രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൽ രാധാറാണിയുടെയും കൃഷ്ണന്റെയും കഥ കേൾക്കാനിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, രാധയുടെ പ്രണയം 68ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ് നമ്മൾ. രാധാറാണിയുടെ കൃപ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൃപ കൊണ്ട് നമ്മൾ 68ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. 67 എപ്പിസോഡുകൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് രാധയുടെ പ്രണയമെന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അഷ്ടപതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അഷ്ടപതി നിങ്ങൾ കേൾക്കണം. മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഷ്ടപതി പാടുമ്പോൾ രാധാകൃഷ്ണന്മാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് യൂറോപ്പിൽ പോലും തെളിഞ്ഞിരിക്കുന്നു. കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത കിർലോസ് ഫോട്ടോഗ്രാഫി കൊണ്ട് അത് ഒപ്പിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ രാധ കൃഷ്ണ, ആ രാധയും കൃഷ്ണനും ഒത്തുവരാൻ അഷ്ടപതി ചൊല്ലണം. അതേ കണക്ക് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, ഗണപതിയുടെ കാര്യങ്ങളുണ്ട്, പിന്നെ നിങ്ങൾക്ക് ധനം ഉണ്ടാകാൻ വേണ്ടി അല്ലേ, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ കാണണം. ആ വീഡിയോയെ സംബന്ധിച്ചിടത്തോളം ആ വീഡിയോ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ പറയുക. തീർച്ചയായിട്ടും ഞാൻ പേരുകൾ മാറ്റി ഒരിക്കലും നിങ്ങളാണെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ ഞാനത് അവതരിപ്പിക്കുന്നതാണ്. അതല്ല, നിങ്ങളുടെ പേര് പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് 8 അധ്യായം വരെ, 8 ചാപ്റ്റർ വരെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ, മാവേലിക്കരയൊക്കെ ആണെങ്കിൽ കൊട്ടാരക്കരയൊക്കെ ട്രെയിനിൽ വന്ന് ഇവിടെ വന്ന് പഠിച്ചിട്ട് പോകുന്നവർ ഇഷ്ടം പോലുണ്ട്. ദൂരെ ഉള്ളവർ വന്ന് സ്റ്റേ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. അല്ലാത്തവർക്ക് യൂട്യൂബിനെ ആശ്രയിക്കാവുന്നതാണ്. യാതൊരു കുഴപ്പമില്ല. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 8 വീഡിയോ നമ്മൾ അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് രാധയുടെ പ്രണയം 68ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ
രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മാതാവ് രാധാറാണിക്ക് ജയ്. രാധയുടെ പ്രണയം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ രാധാറാണി അമ്മാക്ക് ജയ്. എന്നെ സർവ്വ ആപത്തുകളിൽ നിന്നും വാരിക്കൂരിയെടുത്ത് രക്ഷിക്കുന്ന എൻ്റെ രാധാറാണി അമ്മാക്ക് ജയ്. സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ട് എന്നെ മൂടുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മാക്ക് ജയ്. അതുപോലെ നമ്മുടെ എപ്പിസോഡ് 68 നമ്മൾ എന്ത് ചെയ്യാണ്, കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഓരോ യൂണിറ്റ് പ്രസിഡന്റിന്മാരെയും അവിടെ വന്ന് പൊന്നാട അണിയിച്ച് നിങ്ങളെ ആദരിക്കുന്നതാണ്. തിരുവനന്തപുരം യൂണിറ്റ് പ്രസിഡന്റ്, എറണാകുളം യൂണിറ്റ് പ്രസിഡന്റ്, അവരെയും നമ്മൾ പൊന്നാട അണിയിച്ച് നമ്മൾ ആദരിക്കുന്നതാണ്. അതിന് കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നേരിട്ട് ഞാൻ വരും. 100ാമത്തെ എപ്പിസോഡിൽ നമുക്കിതെല്ലാം ചേർത്ത് വീഡിയോ ആക്കി നമുക്ക് അയക്കണം. എല്ലാ യൂണിറ്റുകളിലും ഞാൻ ഉറപ്പായിട്ടും വന്നിരിക്കും. യൂണിറ്റ് പ്രസിഡന്റിനെയും മറ്റു ഭാരവാഹികളെയും, പ്രസിഡന്റിനെ മാത്രമല്ല യൂണിറ്റ് പ്രസിഡന്റിനെയും മറ്റു ഭാരവാഹികളെയും എല്ലാം ഞാൻ അവിടെ വന്ന് നേരിട്ട് ആദരിക്കുന്നതാണ്. 100ാമത്തെ എപ്പിസോഡിൻ്റെ കൂടെ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിടാം. അതേ കണക്ക് തന്നെ നമുക്ക് അനാഥാലയത്തിലേക്ക് നമ്മുടെ എല്ലാവിധ യൂണിറ്റ് അംഗങ്ങളും അവരുടെ തൊട്ടടുത്തുള്ള അനാഥാലയവുമായി സന്ദർശിക്കുക. അവിടേക്ക് വേണ്ടുന്ന പൈസ നമുക്ക് കൊടുക്കണം. 100ാമത്തെ എപ്പിസോഡാകുമ്പോൾ അതും എല്ലാം ചേർത്തിടണം. അതിന് വേണ്ടുന്ന പൈസ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. നിങ്ങൾ പിരിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു യൂണിറ്റ് അംഗങ്ങളും പൈസ പിരിക്കണ്ട. അതിന് വേണ്ടുന്ന പൈസ നമ്മൾ തരുന്നതാണ്. പിന്നെ യൂണിറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ യൂണിറ്റ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടേണ്ടതാണ്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ആലപ്പുഴ ഇല്ലാന്ന് തോന്നുന്നു, ഇല്ലേ? ആലപ്പുഴ ഇല്ല. അപ്പോൾ അവിടെയൊക്കെ താല്പര്യമുള്ളവർ ആലപ്പുഴ, കോഴിക്കോട് അങ്ങനെ സ്ഥലങ്ങളിൽ യൂണിറ്റ് ഇല്ലാത്തവർക്ക് നിങ്ങൾ എന്നെ ബന്ധപ്പെട്ടാൽ മതി. യൂണിറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് യൂണിറ്റ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അപ്പോൾ രാധയുടെ പ്രണയം 68ാമത്തെ അധ്യായത്തിലേക്ക് രാധാറാണിക്ക് പ്രിയപ്പെട്ട രാധായുടെ പ്രണയത്തിൻ്റെ പ്രേക്ഷകരെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേ, ശ്രീഗാലവൻ, കരവീരപുരത്തെ ദുഷ്ടനായ രാജാവ് ശ്രീഗാലവൻ താനാണ് വാസുദേവൻ. താനല്ലാതെ ആരും വാസുദേവനില്ല. എല്ലാവരും ഓം നമോ ഭഗവതേ വാസുദേവ വാസുദേവശ എന്ന് പറഞ്ഞ് തന്നെ ആദരിക്കണമെന്ന് സ്വയം പ്രഖ്യാപിത ദൈവം. ആ ദൈവം ഉദ്ധവനോട് പറഞ്ഞു. ഉദ്ധവൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ ദൈവം മധുരയിലെ വാസുദേവൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രീഗാലവൻ ക്രുദ്ധനായി. എന്ത്? ഇവിടെ ഒരേ ഒരു വാസുദേവനെ ഈ ഭൂമിയിലുള്ളൂ. ആ വാസുദേവൻ ഞാനാണ് എന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. ഞാനാണ് ആ വാസുദേവൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്ധവൻ അത് സമ്മതിച്ചില്ല. ഉദ്ധവൻ പറഞ്ഞു, യഥാർത്ഥ വാസുദേവൻ കൃഷ്ണനാണ്. അപ്പോൾ ശ്രീഗാലവൻ പറഞ്ഞു, വാസുദേവേശനായ എന്നെ ആദരിക്കാൻ പറഞ്ഞു. ഉദ്ധവൻ പറഞ്ഞു, സാധ്യമല്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ഗാലവൻ കോപിഷ്ഠനായി തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. വിഡ്ഢി, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, ഞാനാണ് ഒരേ ഒരു വാസുദേവൻ. കൃഷ്ണൻ എൻ്റെ മുന്നിൽ ഒന്നുമല്ല. ഞാൻ എന്ന വാസുദേവനെ നീ ആദരിക്കുന്നോ ഇല്ലയോ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, എൻ്റെ വാസുദേവൻ ദൈവമാണ്. എന്നിട്ടും ഒരിക്കൽ പോലും അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. നിങ്ങളാകട്ടെ ഒരു വിഡ്ഢിയെ പോലെ നിന്നുകൊണ്ട് ഞാൻ വാസുദേവനാണെന്ന് പുലമ്പുന്നു. അപ്പോഴേക്കും ശ്രീഗാല വാസുദേവന്റെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ടുപോയി. അവിടെ നിൽക്കുന്ന ഭടന്മാരുമെല്ലാം സ്തംഭിച്ചു നിൽക്കുകയാണ്. ഉദ്ധവന്റെ മറുപടി കണ്ട് അദ്ദേഹം തൻ്റെ വാളെടുത്തിട്ട് ഉദ്ധവന്റെ കഴുത്തിന്റെ നേർക്ക് വീശാനായി പോയതും ഒരൊറ്റ വേളി ഗാലവാ ഞെട്ടിത്തരിച്ചുപോയി. രാജധാനി ഞെട്ടിത്തരിച്ചുപോയി. ഇന്നുവരെ ആരും ഗാലവ
എന്ന പേരവിടെ ഉച്ചരിച്ചിട്ടില്ല. എല്ലാവരും പറയുന്നത് വാസുദേവേശ വാസുദേവേശ എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് അതും ഒരു സ്ത്രീ സ്വരം. ഗാലവൻ ഞെട്ടിത്തെറിച്ചു പോയി. ആ സ്ത്രീ സ്വരൻ പറഞ്ഞു, ഗാലവാ, തൊട്ടുപോകരുത് നീ ഉദ്ധവനെ, തൊട്ടുപോകരുത്. ഉദ്ധവൻ അമ്പരന്ന് നിൽക്കുകയാണ്. ഉദ്ധവൻ വിചാരിക്കുകയാണ്, ഈ ശബ്ദം എനിക്ക് പരിചിതമായ ശബ്ദം, എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന ശബ്ദമാണല്ലോ ഇത്. പക്ഷേ അലറിയ വ്യക്തി വേറെയാണല്ലോ. ഗാലവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആ വിളിച്ച ആളിനെ കണ്ട് ഗാലവൻ സ്തംഭിച്ചുപോയി. ഗാലവ എന്ന് വിളിച്ച ആളിനെ കണ്ട് ഗാലവൻ മാത്രമല്ല, ഗാലവന്റെ മന്ത്രിമാര് സ്തംഭിച്ചു. ഗാലവന്റെ ചുറ്റും നിന്ന ഭടന്മാര് സ്തംഭിച്ചു. എന്തു ചെയ്യണമെന്നറിയാൻ വയ്യ. അത് ഗാലവന്റെ പത്നിയായിരുന്നു. ഗാലവന്റെ പത്നി ഇന്നുവരെ, ഈ നിമിഷം വരെ ഒരടിമയെപ്പോലെ ഗാലവനെ സേവിച്ച ശ്രീ ഗാലവന്റെ പത്നി, ഒരു അടിമയായി ജീവിച്ച, ഒരിക്കൽ പോലും മറുത്തൊന്നും പറയാത്ത രോഗിണിയായ ആ പത്നിയാണ് പറഞ്ഞിരിക്കുന്നത്. ഗാലവൻ കോപം കൊണ്ട് വിറച്ചു. പക്ഷേ ഗാലവൻ ഒന്ന് മനസ്സിലാക്കുന്നു, പത്നിയാണെങ്കിലും സ്വരം അവളുടേതല്ല. അപ്പോൾ ആ പത്നി, ഗാലവന്റെ പത്നി പറഞ്ഞു, ഗാലവ, ഉദ്ധവൻ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഉദ്ധവനെ നീ വധിക്കാൻ ശ്രമിച്ചാൽ ഈ നഗരം ഞാൻ ചുട്ടരിക്കും. അവൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ്. കാരണം എനിക്ക് പ്രിയപ്പെട്ട കൃഷ്ണന് പ്രിയപ്പെട്ടവനാണവൻ. ഉദ്ധവ, നിനക്ക് ധൈര്യമുണ്ടോ ഉദ്ധവനെ തൊടാൻ? ഗാലവ, നിനക്ക് ധൈര്യമുണ്ടോ ഉദ്ധവനെ തൊടാൻ? നിന്റെ കരവീരപുരം ഞാൻ ചുട്ടിരിക്കും ഗാലവ. പറയുന്നത് ഞാനാണ്, രാധ. ഭക്തിമയി, കരുണാമയി, പ്രണയാമയി, കരുണാമയി രാധ. കരുണാമയി, പ്രേമാമയി, സ്നേഹാമയി രാധേ. രാധേ രാധേ രാധേ. സ്നേഹമയിയാണ് എൻ്റെ അമ്മ, കരുണാമയിയാണ് സാക്ഷാൽ രാധാറാണി. ഉദ്ധവൻ ഞെട്ടിത്തെറിച്ചു പോയി. ഇത്രയും പറഞ്ഞതിന് ശേഷം ഗാലവന്റെ പത്നി ബോധശൂന്യായി നിലം പതിച്ചു. എല്ലാവരും ഓടിച്ചെന്ന് താങ്ങി. ഉദ്ധവൻ അമ്പരന്ന് നിൽക്കുകയാണ്. ഒരിക്കൽ മാത്രമാണ് ഞാൻ രാധാറാണിയെ കണ്ടിട്ടുള്ളത്. ഒരിക്കൽ മാത്രം ഞാൻ രാധാറാണിയുടെ അടുത്ത് പോയിരുന്നു. ആ രാധാറാണി എൻ്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഒരു നിഴല് പോലെ കൂടെ നടന്ന കൃഷ്ണനല്ല, രാധയാണ് വന്നിരിക്കുന്നത്. അപ്പോഴുദ്ധവൻ വിചാരിച്ചു, അതേ, കൃഷ്ണന്റെ പകുതിയായിരിക്കും രാധ. കൃഷ്ണന്റെ പകുതിയാണ് രാധ. അതുകൊണ്ട് തന്നെ ആയിരിക്കും രാധ വന്നത്. എന്തായാലും രാധാറാണി എന്നെ ഇഷ്ടപ്പെടുന്നു. ഉദ്ധവൻ അമ്പരന്നു പോയി. ഉദ്ധവൻ മനസ്സിൽ പറഞ്ഞു, അമ്മേ രാധാറാണി, അമ്മേ രാധാറാണി, അമ്മയെ ഞാൻ നയിക്കുന്നു. ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ. ഉദ്ധവന്റെ ചുണ്ടിൽ നിന്ന് വരുന്ന ആ മന്ത്രം കണ്ടിട്ട് അവിടെ നിൽക്കുന്നവർ അത്ഭുതപ്പെട്ടു പോയി. എല്ലാവരും ഒരു പുതിയ ജീവിയെ നോക്കുന്നത് പോലെ ഉദ്ധവനെ നോക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കുന്നത്? ശ്രീ ഗാലവാസുദേവൻ എന്ന് ചമയുന്ന ആളിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ എന്ന് ധീരനായിട്ട് നിന്ന് ഉദ്ധവൻ ഉരുവിടുകയാണ്. ഉദ്ധവന്റെ കൂസലില്ലാത്ത മുഖത്തേക്ക് നോക്കി ശ്രീ ഗാലവൻ എന്തൊക്കെയോ പന്തികേടുകൾ തോന്നി. ശ്രീ ഗാലവൻ പറഞ്ഞു, ആരവിടെ? ഇവനെ കൊണ്ടുപോയി നമ്മുടെ നരകത്തിലേക്ക് തള്ളൂ.
ആ പറഞ്ഞു തീർന്നതും 10-20 ഭടന്മാര് ചാടി വീണു ഉദ്ധവന്റെ അടുക്കലേക്ക്. അവര് കയറുകൊണ്ട് ഉദ്ധവനെ വരിഞ്ഞു കെട്ടി ഉദ്ധവനെ വലിച്ചടച്ചു കൊണ്ടുപോയി. ശ്രീഗാലവൻ അസ്വസ്ഥതയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഈ സമയത്തും അദ്ദേഹത്തിന്റെ പത്നി ബോധരഹിതയായി കിടക്കുകയായിരുന്നു. അവര് ഗാലവനെ വലിച്ചടച്ചുകൊണ്ട് അവര് പോയി. അവര് ഗാലവനെ വലിച്ചടച്ചു കൊണ്ടുപോവുകയായിരുന്നു. അവര് കൊണ്ടുപോയിട്ട് ഒരു വലിയ ഗുഹയുടെ അടുക്കലേക്ക് ചെന്നു. ആ ഗുഹയുടെ അടുക്കലേക്ക് ചെന്നിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു കിണർ പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഉദ്ധവൻ വിചാരിച്ചത് തന്നെ കിണറ്റിലേക്ക് തള്ളിയിടാൻ പോവുകയാണ്. ഉദ്ധവനെ ആ കിണറിലേക്ക് അവര് തള്ളിയിട്ടു. അതിലൂടെ ശരീരം ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് ഉദ്ധവൻ താഴേക്ക് പോയി. താഴെ എത്തിയപ്പോഴാണ് ഉദ്ധവൻ മനസ്സിലാക്കുന്നത് ഇത് കിണറല്ല, അതൊരു ഗുഹയാണ്, ഒരു പ്രദേശത്തേക്ക് കടക്കാനുള്ള ഗുഹ. ഉദ്ധവൻ ആ ഗുഹയ്ക്കകത്തുകൂടി നടന്നു. അവിടെ ഇരുട്ടാണ്. ആ ഗുഹയ്ക്കകത്തുകൂടി നടന്നപ്പോൾ അല്പം മാറി സൂര്യപ്രകാശം കണ്ടു. അവിടെ ഒരു താഴ്വാരമാണ് ചെന്നപ്പോൾ അവിടെ മുഴുവനും മഹർഷിമാരാണ്. അവിടെ നിറയെ മഹർഷിമാരാണ്, അസ്ഥിപഞ്ചരങ്ങളായ മഹർഷിമാര്. ഉദ്ധവൻ അവിടെ ചെന്നു അവരുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ശ്രീഗാലവനെ ദൈവമായി കണക്കാക്കാൻ കൂട്ടാക്കാത്ത മനുഷ്യരുടെ ഋഷിമാരുടെ കൂട്ടമാണ് അവിടെ കാണുന്നത്. അങ്ങനെ നമസ്കരിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ കാണാം ഒരു വിളി, ഉദ്ധവ. ഉദ്ധവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്ത്? ഈ ഗുഹയ്ക്കകത്ത്, ഈ നരകത്തിനകത്ത് ആരെന്നെ വിളിക്കുന്നത്? അപ്പം വീണ്ടും ഉദ്ധവ. ഉദ്ധവൻ തിരിഞ്ഞു, 2 കൈയും നീട്ടി തന്നെ ആലിംഗനം ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ട് അതാ നിൽക്കുന്നു. ആരാണ്? ഗുരു സാന്ദീപനിയുടെ പുത്രൻ പുനർദത്തൻ. കൃഷ്ണൻ നാഗലോകത്ത് പോയി നാഗകന്യകമാരുടെ അടുക്കൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്ന സാക്ഷാൽ പുനർദത്തൻ ഓടി വന്നു ഉദ്ധവനെ കെട്ടിപ്പിടിച്ചു. ഉദ്ധവൻ പുനർദത്തനെയും കെട്ടിപ്പിടിച്ചു. പുനർദത്തൻ ചോദിച്ചു, ഉദ്ധവ, ഇതെന്താണിത്? നീ എങ്ങനെ ഇതിനകത്ത് വന്നു? ഉദ്ധവൻ പറഞ്ഞു, ഒന്നും പറയണ്ട, ഇതിനകത്ത് ഞാൻ വരുത്തില്ലായിരുന്നു. എന്നെ കൃഷ്ണൻ പറഞ്ഞയച്ചതാണ്. കഥകളൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നെ കൊല്ലാൻ അയാൾ വാളൂങ്ങി. ആ വാളൂങ്ങിയ സമയത്ത് പുനർദത്ത ഒരത്ഭുതം സംഭവിച്ചു. അപ്പോൾ പുനർദത്തൻ ചോദിച്ചു, എന്തത്ഭുതമാണ് സംഭവിച്ചത്? അത് മറ്റൊന്നുമല്ല, എന്നെ വധിക്കാൻ വേണ്ടി വാളുയർത്തിയ നിമിഷം, ആ നിമിഷം ശ്രീഗാലവന്റെ ഭാര്യ അലറി. രാധാറാണിയുടെ ശബ്ദമായിരുന്നു, തൊട്ടുപോകരുതവനെ, അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ പുനർദത്തൻ ചോദിച്ചു, രാധയോ? അതാരാണ്? അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, നീ അവിടെ നാഗകന്യകമാരുടെ ഇടയിലായതുകൊണ്ടാണ് അറിയാൻ പാടില്ലാത്തത്. രാധ കൃഷ്ണന്റെ പ്രണയിനിയാണ്, കൃഷ്ണന്റെ സർവസ്വവുമാണ് രാധ. രാധയുടെ ഓരോ രോമകൂപങ്ങളിലും കൃഷ്ണനാണ്. പുനർദത്ത, രാധ ദൈവമാണ്, ഗോലോക റാണിയാണ്. ഇതൊക്കെ കേട്ട് പുനർദത്തൻ അമ്പരന്ന് നിന്നു. അപ്പോൾ പുനർദത്തൻ ചോദിച്ചു, നീ കണ്ടിട്ടുണ്ടോ ഉദ്ധവ രാധയെ? കണ്ടിട്ടുണ്ടോ എന്നോ? 1-2 ദിവസം രാധാദേവിയുടെ ആതിഥ്യം സ്വീകരിച്ചവിടെ കഴിയാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായി. എന്നെ കൃഷ്ണനാണ് പറഞ്ഞയച്ചത്. എന്തൊരു ചൈതന്യമാണ്, എന്തൊരു പ്രഭാവലയമാണ്, അസാമാന്യം. ആ പാദങ്ങളിൽ വീണ് ആരും നമസ്കരിച്ചു പോകും. പുനർദത്ത, കൃഷ്ണന്റെ ശക്തിയാണ് രാധ. കൊട്ടാരത്തിൽ തന്നെ പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, രാധയുള്ളത് കൊണ്ടാണ് കൃഷ്ണന് കംസനെ വധിക്കാൻ കഴിഞ്ഞത്. ആ സത്യം മനസ്സിലാക്കി കംസൻ പലപ്പോഴും രാധയെ വധിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതാണ് രാധ, കൃഷ്ണന് പ്രിയപ്പെട്ടവളാണ് രാധ. ഇതൊക്കെ കേട്ട് പുനർദത്തൻ അമ്പരന്ന് പോയി. പുനർദത്തൻ പറഞ്ഞു, ആ രാധയെ കാണാൻ,
ആ രാധയുടെ പാദങ്ങളിൽ വീണൊന്ന് നമസ്കരിക്കാൻ എനിക്ക് പറ്റുമോ ഉദ്ധവ? ഉദ്ധവൻ പറഞ്ഞു, പറ്റും. കാരണം എന്നോ രാധാറാണിക്ക് പ്രിയപ്പെട്ടവനാണ്. രാധയ്ക്ക് പ്രിയപ്പെട്ടവൻ അധിക നാൾ ഈ ഗുഹയിൽ കിടക്കാൻ രാധാജി അനുവദിക്കില്ല. അത് തീർച്ചയാണ്. നമ്മൾ രണ്ടും ഇവിടെ നിന്ന് രക്ഷപ്പെടും. പുനർദത്തൻ ഉദ്ധവനെ തൊഴുതിട്ട് പറഞ്ഞു, ചങ്ങാതി, നിനക്ക് രാധാറാണിയെ കാണാനുള്ള ഭാഗ്യമുണ്ടായല്ലോ, അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ നമിക്കുന്നു. അത്രയും പറഞ്ഞിട്ട് ഉദ്ധവന്റെ കണ്ണുകളിൽ ഉമ്മ വെച്ചു. ഉദ്ധവൻ ചോദിച്ചു, നീ എന്തിനാണ് എൻ്റെ കണ്ണുകളിൽ ഉമ്മ വെച്ചത്? ഈ കണ്ണുകൾ കൊണ്ടല്ലേ നീ രാധയെ കണ്ടത്? ശ്രീ ഗാലവന്റെ വാളിന്റെ മുനയിൽ നിന്നും നിന്നെ രക്ഷിച്ച സാക്ഷാൽ രാധാറാണി, ഗോലോകറാണി രാധയെ നീ കണ്ടത് ഈ കണ്ണുകൾ കൊണ്ടല്ലേ? ആ കണ്ണുകളിൽ ഞാൻ ഒന്നും കൂടെ ചുംബിച്ചോട്ടെ. പുനർദത്തൻ വീണ്ടും ചുംബിച്ചു. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, അതൊക്കെ ഇരിക്കട്ടെ പുനർദത്ത, നീ എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ പറഞ്ഞു, പുണ്യജന രാക്ഷസന്മാരെന്നെ അപഹരിച്ചല്ലോ, അവിടുന്ന് കൃഷ്ണൻ വന്ന് ഒരുപാട് അത്ഭുതങ്ങൾ കാട്ടി, നീയും കൂടെ ഉണ്ടല്ലോ, എന്നെ കൊണ്ടുവന്നു. അങ്ങനെ എന്നെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്നറിയാമോ? അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഞങ്ങളുടെ ഒരു മാതാമഹനുണ്ട്. ആ മാതാമഹന്റെ പേര് രുദ്രാചാര്യൻ എന്നാണ്. ഈ രുദ്രാചാര്യൻ ഇദ്ദേഹത്തെ ആദരിക്കാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ ഈ ഗാലവന്റെ ചരിത്രം എന്താണ്? അപ്പോൾ പറഞ്ഞു, പുനർദത്തൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു തരാം. വാസുദേവനെ ദൈവമായി കാണുന്ന ഒരുപറ്റം ആൾക്കാരുണ്ട്. അവർ വാസുദേവൻ ദൈവമാണ്, വസുധയുടെ അധിപനാണ് വാസുദേവൻ, അതായത് സാക്ഷാൽ നാരായണൻ. അങ്ങനെ ഒരുപറ്റം മുനിമാരുണ്ട്. ആ മുനിമാരുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട അവരുടെ ഗുരുവാണ് ഗാലവ ഋഷി. ഈ ഗാലവ ഋഷിയും മുനിമാരും എല്ലാവരും കൂടെ ചേർന്ന് ഒരിക്കൽ കരവീരപുരത്തേക്ക് വന്നു. അപ്പോൾ യാദവ രാജാക്കന്മാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഗാലവ ഋഷി. കുറേ യാദവ രാജാക്കന്മാരും ഈ മുനിമാരോടൊപ്പം കരവീരപുരത്തേക്ക് വന്നു. അങ്ങനെ കരവീരപുരത്ത് വന്നപ്പോൾ അന്ന് കരവീരപുരത്തെ രാജാവാകട്ടെ ഗാലവ ഋഷിയെ വളരെ ആദരവുപൂർവം സ്വീകരിച്ചു. ഈ ഗാലവ ഋഷിയെ സംബന്ധിച്ചിടത്തോളം അസാമാന്യമായ വാസുദേവ ഭക്തനാണ്. ആ സമയത്ത് കരവീരപുരത്തെ രാജാവിന് മക്കളില്ല. അങ്ങനെ മക്കളില്ലാതായപ്പോൾ ഈ ഗാലവ ഋഷി മക്കളുണ്ടാകാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു, അനുഗ്രഹിച്ചു. ആ ഗാലവ ഋഷിയുടെ അനുഗ്രഹ ഫലമായിട്ട് അദ്ദേഹത്തിനൊരു പുത്രൻ ജനിച്ചു. ആ പുത്രന് ഈ ഋഷിയുടെ നാമധേയം ആദരവുപൂർവം ഗാലവ ഋഷി ഉപദേശിച്ചത് കൊണ്ടാണല്ലോ തനിക്ക് പുത്രൻ കിട്ടിയത്. അതുകൊണ്ട് അവന് ശ്രീ ഗാലവൻ എന്ന് നാമകരണം ചെയ്തു. ഈ ഗാലവൻ ഈ വാസുദേവ മുനിമാരുടെ കൂടെ, വാസുദേവനെ ദൈവമായി ആരാധിക്കുന്ന മുനിമാരുടെ കൂടെയാണ് അവൻ വളർന്നതും ഇടപെട്ടതും പഠിച്ചതും എല്ലാം അവിടെ നിന്നാണ്. അങ്ങനെ ഇരിക്കെ ഇവൻ വളർന്നു വലുതായപ്പോൾ ഗാലവ ഋഷി മരിച്ചുപോയതോടുകൂടി ആ ആശ്രമത്തിൻ്റെ ആധിപത്യം ഈ ഗാലവൻ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് അവൻ എന്തു ചെയ്തു? പതുക്കെ ആ ഗോത്രങ്ങളെ ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ കരവീരപുരത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു. അങ്ങനെ അവൻ ധനവാനായ ചക്രവർത്തിയായി മാറി. അതോടുകൂടി അവൻ പറഞ്ഞു, ഇന്നു മുതൽ ഞാനാണ് ശ്രീ വാസുദേവൻ. അപ്പോൾ വാസുദേവനെ ആദരിക്കുന്ന മുനിമാരെല്ലാം ഇന്നു തൊട്ട് എന്നെ വാസുദേവനായി ആദരിക്കണമെന്ന് പറഞ്ഞു. ആദരിക്കാൻ വിസമ്മതിച്ചവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഒടുവിൽ പല മുനിമാരും എന്തു ചെയ്തു? പേടിച്ചിട്ട് പൂജിക്കാൻ തുടങ്ങി. ചിലർക്കാകട്ടെ വൻ തുക കൊടുത്തിട്ട് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് ശ്രീ വാസുദേവനെ, അതായത് ശ്രീ ഗാലവനെ വാസുദേവനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആദരിക്കാനായിട്ട്
പറയാനായിട്ട് തുടങ്ങി. ഉദ്ധവൻ ഇതൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് നോക്കൂ, എൻ്റെ പിതാമഹൻ ഉണ്ടായിരുന്നു, എൻ്റെ മാതാവിൻ്റെ അച്ഛൻ, എൻ്റെ മുത്തച്ഛൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ രുദ്രാചാര്യൻ. അദ്ദേഹം മാത്രം ഇതിന് കൂട്ടാക്കിയില്ല ഉദ്ധവ. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും നിന്നെ വാസുദേവനായി ഞാൻ അംഗീകരിക്കില്ല. സാക്ഷാൽ നാരായണനാണ്, ഗോലോകത്ത് വാഴുന്ന ശ്രീകൃഷ്ണനാണ് യഥാർത്ഥ വാസുദേവൻ എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴേക്കും എന്തു ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ സംഘത്തിലുള്ള മുനിമാരെ പലതരത്തിൽ ഇവൻ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ജീവനിൽ ഭയം വന്നിട്ട് ഈ രുദ്രാചാര്യന്റെ ശിഷ്യന്മാര് പലരും ശ്രീ ഗാലവന്റെ കൂടെ ചേർന്നു. ഈ ഗാലവന്റെ കൂടെ ഒടുവിൽ രുദ്രാചാര്യന്റെ ഒരു മകനും ചേർന്നു. മറ്റൊരു മകനാകട്ടെ അവിടെ നിന്ന് നാട് വിട്ടു പൊയ്ക്കളഞ്ഞു. എന്നിട്ടും രുദ്രാചാര്യൻ വഴങ്ങിയില്ല. ഒടുവിൽ അദ്ദേഹം എന്തു ചെയ്തു? രുദ്രാചാര്യനെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്കാവശ്യമുള്ളത് ചോദിക്കുന്നത് എന്തും തരാം, എന്നെ വാസുദേവനായി അംഗീകരിക്കണം, എന്നെ വാസുദേവനായി അംഗീകരിച്ച് പൂജ നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാധ്യമല്ല, സാധ്യമല്ല രാജാവേ. അതോടുകൂടി ഈ രുദ്രാചാര്യനെയും ഈ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ നരകത്തിൽ വീണ ആദ്യത്തെ ആള് എൻ്റെ മുത്തച്ഛനാണ്. ഇന്ന് 17 പേരുണ്ട് അതിനകത്ത്. ആ 17 പേരിൽ 3 പേര് അവിടെ കിടന്നു മരിച്ചു. ബാക്കി 14 പേരുമായിട്ടാണ് നിന്നത്. അപ്പോഴാണ് ഉദ്ധവ നീ വന്നത്. അങ്ങനെ ഇത് 15 ആകാൻ പോവുകയാണ്. അതായത് ഉദ്ധവ, നിനക്കറിയാമോ, ഞാൻ വന്നതോടുകൂടിയാണ് 14. പിന്നെ അതായത് പുനർദത്തൻ വന്നതോടുകൂടി 14. ഇപ്പം ഉദ്ധവൻ വന്നപ്പോൾ 15. നിനക്കറിയാമോ, എന്നെ കൃഷ്ണൻ നാഗലോകത്ത് നിന്ന് രക്ഷിച്ചു. നാഗലോകത്ത് നിന്ന് രക്ഷിച്ചെൻ്റെ പിതാവ് സാന്ദീപ മുനിയുടെ അടുക്കൽ കൊണ്ട് എന്നാക്കിയല്ലോ. അപ്പോൾ സാന്ദീപ മുനിയിൽ നിന്നാണ് ഞാൻ അറിയുന്നത് എൻ്റെ മുത്തച്ഛൻ എവിടെയാകുന്നു? ഈ ശ്രീ ഗാലവന്റെ അടുക്കല് തടവറയിലാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു പിതാവിനോട്, ഞാൻ പോകാം, ഞാൻ പോയി അദ്ദേഹത്തോട് പറഞ്ഞിട്ട് നമ്മുടെ മുത്തച്ഛനെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ഞാൻ ഈ ശ്രീ ഗാലവന്റെ അടുക്കൽ വന്നു. മുത്തച്ഛനെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞു. ശ്രീ ഗാലവൻ പറഞ്ഞു, പറ്റില്ല. പുനർദത്തൻ പറഞ്ഞു, അങ്ങ് വിടണം, ഞാൻ സാന്ദീപ മുനിയുടെ മകനാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ആരെന്ന് പറഞ്ഞാലും സാധ്യമല്ല എന്ന് മാത്രമല്ല, ഈ നിമിഷം മുതൽ നീ എന്നെ വാസുദേവനായി കണ്ടിട്ട് പറയൂ, വാസുദേവേശ, ഓം വാസുദേവേശ, ഓം വാസുദേവായ നമ പറയാൻ പറഞ്ഞു. ഞാൻ വിസമ്മതിച്ചു ഉദ്ധവ. അപ്പോൾ അവൻ എന്നെ ഈ നരകത്തിലേക്ക് എടുത്തിട്ടു. അങ്ങനെയാണ് ഞാൻ ഈ നരകത്തിലേക്ക് വന്നത്. ഉദ്ധവൻ പറഞ്ഞു, അസാധ്യം. അപ്പോൾ പുനർദത്തൻ പറഞ്ഞു, എൻ്റെ ഉദ്ധവ, ഞാൻ എവിടെ അപകടത്തിൽപ്പെട്ടാലും നിങ്ങളും അവിടെ എത്തുമല്ലോ. ഞാൻ വൈവസ്വപുരിയിൽ നാഗകന്യകമാരുടെ അടുക്കൽപ്പെട്ടപ്പം നിങ്ങൾ അവിടെ വന്നു. ഞാൻ താണ്ട ഈ ഗുഹയ്ക്കകത്ത് കയറിയപ്പം വീണ്ടും നിങ്ങൾ ഇവിടെ വന്നു. ഇതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ ഉദ്ധവ എന്ന് പറഞ്ഞു. ഉദ്ധവനൊന്ന് പുഞ്ചിരിച്ചു, എങ്കിലും പറഞ്ഞു, എനിക്കൊരേ ഒരു കാര്യത്തിലേ ഉള്ളു വിഷമം. അപ്പോൾ ചോദിച്ചു, എന്താണ് വിഷമം? അന്നേരം പറഞ്ഞു, മറ്റൊന്നുമല്ല, ഇവൻ ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് കൃഷ്ണനെ എങ്ങനെ വിവരമറിയിക്കും? കൃഷ്ണനെയും ബലരാമനെയും ഈ വിവരമറിയിക്കണം. അറിയിച്ചില്ലെങ്കിൽ അവരബദ്ധത്തിൽ ഇവിടെ വന്ന് ഇവൻ്റെ കൈകളിൽ പെട്ടുപോയാലോ? ഏത് വിധേനയും നമുക്കവരെ വിവരമറിയിക്കണമെന്ന് പറഞ്ഞു. എന്താണ് അതിനൊരു വഴി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം എന്ത് വേണമെന്ന്. അപ്പോൾ പറഞ്ഞു, ഈ ഗുഹയ്ക്കകത്ത് കിടന്നുകൊണ്ട് എന്താലോചിക്കാനാണ്? ഒരു നിമിഷം പുനർദത്തൻ പറഞ്ഞു, കൃഷ്ണനെയും ബലരാമനെയും നമുക്കിത് അറിയിക്കാൻ ഒരു മാർഗം നമുക്ക് വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, 4 ദിവസത്തിലൊരിക്കൽ ഒരു സൈന്യാധിപൻ ഇവിടെ വരും. സൈന്യാധിപൻ ഇവിടെ വന്നിട്ട് നമ്മളോട് ചോദിക്കും, നിങ്ങളിൽ ആർക്കെങ്കിലും ശ്രീ ഗാലവനെ യഥാർത്ഥ രാജാവായി അംഗീകരിക്കാൻ തയ്യാറാണോ, അല്ല വാസുദേവനായി അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന്.
അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഒരു സൈനികൻ വരും, അവൻ മുഖാന്തരം നമുക്ക് പുറത്ത് കടന്നാലോ? അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ. എപ്പോഴാണ് അവൻ വരുന്നത്? അപ്പോൾ പറഞ്ഞു അവൻ വരും, ഇന്നത്തെ ദിവസം അവൻ വരും, 4-ാമത്തെ ദിവസം ആവുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ പതുങ്ങിയിരിക്കാം. അവർ രണ്ടുപേരും ഗുഹയ്ക്കകത്തേക്ക് കയറി വന്നു. കയറി വന്നിട്ട് പറഞ്ഞു നമുക്കിവിടെ പതുങ്ങിയിരിക്കാം, അവൻ വരട്ടെ, അവൻ വരട്ടെ, അവൻ വരുമ്പോൾ നമുക്ക് അടുത്ത പദ്ധതിയിലേക്ക് കയറാമെന്ന് പറഞ്ഞു. ഉദ്ധവൻ പറഞ്ഞു അതെ, ഏത് വിധത്തിലും എനിക്ക് കൃഷ്ണനെ വിവരമറിയിക്കണം. അങ്ങനെ ഉദ്ധവനും പുനർദത്തനും കൂടി ആ ഗുഹയുടെ ഇരുട്ടില് പതുങ്ങി നിന്നു. അവർക്കൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, കൃഷ്ണനെ വിവരമറിയിക്കണം. ശ്രീഗാലവൻ ഇങ്ങനെയുള്ള ഒരാളാണ്. മുൻകൂർ ഒരിതില്ലാതെ, ധാരണയില്ലാതെ കൃഷ്ണൻ വന്ന് പെട്ടുപോയാൽ അവസാനം ഈ നരകക്കുഴിയിൽ വരേണ്ടി വന്നാലോ? ഇതാണ് ആരുടെ ചിന്ത? ഉദ്ധവന്റെയും പുനർദത്തന്റെയും ചിന്ത എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഏതു മാർഗവും സ്വീകരിക്കണം. രണ്ടുപേരും ഗുഹയ്ക്കടുത്ത് പതുങ്ങി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ കാണാം ഗുഹയുടെ താഴേക്ക് ഒരു കയറ്. ആ കയറിൻ്റെ അറ്റത്തൊരു കൊട്ടയുണ്ട്. ആ കൊട്ടയ്ക്കകത്ത് ഈ പുതിയ സൈനിക ഉദ്യോഗസ്ഥനുണ്ട്. ആ പുതിയ സൈനിക ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സഹായിയുമുണ്ട്. ഇവർ കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ കെട്ടി താഴോട്ട് ഇറക്കുകയാണ്. ഇത് താഴേക്ക് വരികയാണ്. താഴേക്ക് വന്ന ഗുഹയുടെ അടുത്തെത്തി. അപ്പോൾ അത് നിന്നു. അവിടെ നിന്ന് സൈനിക ഉദ്യോഗസ്ഥൻ ഇറങ്ങി. ദേഹം നിറയെ ആഭരണങ്ങളിട്ട ഒരു മനുഷ്യൻ. അതിൻ്റെ കൂടെ ആരും ഇറങ്ങി? സഹായിയും ഇറങ്ങി. പക്ഷേ മിന്നൽ പിടരു പോലെ കണ്ണടയ്ക്കുന്ന വേഗത്തില് ഉദ്ധവൻ ആ സൈനിക ഉദ്യോഗസ്ഥന്റെ പുറത്തേക്ക് ചാടി വീണു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ സൈനിക ഉദ്യോഗസ്ഥൻ പതറിപ്പോയി. അയാളുടെ കയ്യിലിരുന്ന ആയുധം തെറിച്ചുപോയി. ഈ സമയത്ത് പുനർദത്തൻ സൈനിക ഉദ്യോഗസ്ഥന്റെ കൂടുണ്ടായിരുന്ന സഹായിയെ ഒറ്റയടിക്ക് കീഴ്പ്പെടുത്തി. കാരണം അയാള് മല്ലയുദ്ധശീലങ്ങളൊന്നും അഭ്യസിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ സൈനിക ഉദ്യോഗസ്ഥൻ നിസ്സാരക്കാരനല്ല എന്ന് ഉദ്ധവന് മനസ്സിലായി. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമായി. അയാൾ ഉദ്ധവന്റെ കഴുത്തില് വരിഞ്ഞു മുറുക്കി പിടിച്ചു. ഉദ്ധവൻ വളരെ വിദഗ്ധമായി അത് അഴിച്ചെടുത്തു. രണ്ടുപേരും നിലത്ത് വീണ് കിടന്നു ഉരുളാൻ തുടങ്ങി. അപ്പൊ ഉദ്ധവൻ വിചാരിക്കുകയാണ്, അപ്പുറത്ത് നിൽക്കുന്ന ഈ സൈനിക ഉദ്യോഗസ്ഥൻ ചില്ലറക്കാരനല്ല, അവൻ തികഞ്ഞ അഭ്യാസിയാണ്. ആ സൈനിക ഉദ്യോഗസ്ഥൻ വിചാരിക്കുകയാണ്, ഇപ്പുറം നിൽക്കുന്ന ഇവൻ ആരായാലും ചില്ലറക്കാരനല്ല, ഇവൻ ബലവാനാണ്, ഞാൻ ഇതുവരെ നേരിട്ടിട്ടുള്ളതിൽ ബലവാനാണ്. ഉദ്ധവനും ഈ സൈനിക ഉദ്യോഗസ്ഥനും തമ്മിൽ മല്ലയുദ്ധമായി കഴിഞ്ഞു. അപ്പം മല്ലയുദ്ധത്തിൽ കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഉദ്ധവൻ എന്നും കൃഷ്ണന്റെ പിന്നാലെയാണല്ലോ, കൃഷ്ണന്റെ നിഴല് പോലെയാണ് നടക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണനെ പോലെ മല്ലയുദ്ധത്തിൽ വളരെ മിടുക്കനാണ് ഉദ്ധവൻ. കാരണം മല്ലയുദ്ധത്തിന്റെ പല മുറകളും കൃഷ്ണൻ അഭ്യസിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മുറകളെല്ലാം ഒന്നൊന്നായിട്ട് ഉദ്ധവൻ പുറത്തെടുത്തു. അതേപോലെ അതിനെ പ്രതിരോധിക്കുന്നുണ്ട് അപ്പുറത്ത് നിൽക്കുന്ന സൈനിക ഉദ്യോഗസ്ഥനും. എന്നു മാത്രവുമല്ല, തന്നെ അതിശയിപ്പിക്കുന്നമായ അടവുകള്, യുദ്ധമുറകള്, മല്ലയുദ്ധമുറകളുമായി സൈനിക ഉദ്യോഗസ്ഥനാകട്ടെ തൻ്റെ കയ്യിലിരിക്കുന്ന സകലവിധ പ്രയോഗങ്ങളും പ്രയോഗിച്ചു തുടങ്ങി. പക്ഷേ സൈനിക ഉദ്യോഗസ്ഥൻ അത്ഭുതപ്പെട്ടു. ഇത് ആരാണ് അപ്പുറം നിൽക്കുന്നത്? ഇവൻ ചില്ലറക്കാരനല്ല. രണ്ടുപേരും ക്ഷീണിച്ചു തുടങ്ങി. ഉദ്ധവനും ക്ഷീണിച്ചു തുടങ്ങി, സൈനിക ഉദ്യോഗസ്ഥനും ശീലിച്ചു തുടങ്ങി. പഠിച്ച അടവുകൾ ഓരോന്നായി പുറത്തെടുത്തു. ഇതൊക്കെ കണ്ട് പുനർദത്തൻ നിൽക്കുകയാണ്. അസാമാന്യമായ ഒരു പോരാട്ടം. പുനർദത്തൻ പറയുകയാണ്,
തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം. പുനർദത്തന് ഇടപെടാനും പറ്റുന്നില്ല, കാരണം മൊത്ത ഇരുട്ടാണ്. ആരാണ് ഉദ്ധവൻ, ആരാണ് സൈനിക ഉദ്യോഗസ്ഥൻ? ഇടയ്ക്കിടയ്ക്ക് അയാളുടെ ആഭരണങ്ങളുടെ തിളക്കം വരുമ്പോൾ മാത്രം ഇത് സൈനിക ഉദ്യോഗസ്ഥനാണെന്നറിയാം. ആ സമയത്ത് സൈനിക ഉദ്യോഗസ്ഥൻ താൻ പഠിച്ചിട്ടുള്ളതിൽ വെച്ച അവസാനത്തെ അടവെടുത്തു. ആ സൈനിക ഉദ്യോഗനെ ഉദ്ധവനെ കീഴടക്കാൻ അവസാനത്തെ അടവെടുത്തു. ആ അവസാനത്തെ അടവ് പ്രയോഗിച്ചപ്പോൾ ഉദ്ധവന് അത് തടുക്കാനുള്ള രീതി അറിയാം. ആ അവസാനത്തെ അടവ് തടുത്തുകൊണ്ട് ഉദ്ധവൻ അറിയാതെ പറഞ്ഞുപോയി, ഇത് ഗുരു സാന്ദീപന്റെ അടവാണല്ലോ, ഇത് ഗുരു സാന്ദീപന്റെ അടവാണല്ലോ. അത് കേട്ടപ്പോൾ മുനി പുനർദത്തൻ ഞെട്ടിപ്പോയി. ആ ഗുരു സാന്ദീപന്റെ അടവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ സൈനിക ഉദ്യോഗസ്ഥൻ ഒരു നിമിഷം ഒന്ന് നിന്നു. അയാൾ ഉദ്ധവന്റെ പിടിവിട്ടിട്ട് ചോദിച്ചു, നിങ്ങൾ ഗുരു സാന്ദീപന്റെ ശിഷ്യനാണോ? ഉദ്ധവൻ പറഞ്ഞു, അതെ. അപ്പൊ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഞാനും ഗുരു സാന്ദീപന്റെ ശിഷ്യനാണ്. അപ്പോൾ സാന്ദീപന്റെ മകനായ പുനർദത്തൻ അത്ഭുതപ്പെട്ടു പോയി. സാന്ദീപന്റെ 2 ശിഷ്യന്മാരോ? ഞങ്ങളറിയാത്ത ആളുകളില്ലല്ലോ. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന സൈനിക ഉദ്യോഗസ്ഥൻ ചോദിച്ചു, എന്നെ മനസ്സിലായോ? അപ്പോൾ ഉദ്ധവന് പരിചിതമായ ശബ്ദം, പുനർദത്തനും പരിചിതമായ ശബ്ദം, അതെ, ഇതാളാണ്, ഇത് ആളാണ്. ആരാണത്? കാത്തിരിക്കൂ, അടുത്ത ചൊവ്വാഴ്ച വരികയാണ് ആ രഹസ്യം തുറക്കാൻ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം, ആ മഹാമന്ത്രമാണ്, കൂടെ ചൊല്ലിക്കൊള്ളൂ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹാ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹാ.